സർക്കാരിനെ അട്ടിമറിക്കാനില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ബാർക്കോഴ വരും ദിവസങ്ങളിൽ UDF-നെ വേട്ടയാടുമെന്നും കോടിയേരി പറഞ്ഞു. ഞങ്ങളൊരു രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് തയ്യാറല്ല. ജനവിധി LDF-ന് അനുകൂലമാകുന്ന ഘട്ടത്തിൽ മാത്രമേ ഞങ്ങൾ അധികാരം ഏറ്റെടുക്കൂ. MLA-മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അധികാരം പിടിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. അത് കോൺഗ്രസിൻ്റെ ഉമ്മൻചാണ്ടിയുടെ നയമാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ അപ്പുറത്തേക്ക് കൊണ്ടുപോയത്, ഒരാളെ ചാക്കിൽ കയറ്റിയത് ഉമ്മൻചാണ്ടിയാണ്. അങ്ങനെയുള്ള ചാക്കിൽ കയറ്റി മന്ത്രിസഭയെ അട്ടിമറിക്കുക എന്നുള്ളതല്ല. ജനങ്ങളെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് അധികാരത്തിൽ പോകേണ്ടി വരും. അത്ര ശക്തമായ ബഹുജന പ്രക്ഷോഭണമാണ് കേരളത്തിൽ ഇവിടെ ഉയർന്നു വരാൻ പോകുന്നത്. ആ ബഹുജന മുന്നേറ്റത്തിന് മുമ്പിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വിശദാംശങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച LDF-ന്റെ വിജയം, വോട്ടിംഗ് ശതമാനവുമൊക്കെ പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഇപ്പോഴത്തെ വിവാദ വിഷയങ്ങൾ, പ്രത്യേകിച്ച് KM മാണിയുടെ രാജി സംബന്ധിച്ചും ബാബുവിനെതിരായ കോഴ ആരോപണം, ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ എന്ത് നിലപാടാണ് പറഞ്ഞത്? പ്രതീക്ഷ, ബാർക്കോഴയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ആരോപണ വിധേയരായ മുഴുവൻ മന്ത്രിമാർക്കെതിരെയും അന്വേഷണം വേണം. അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം എന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. അന്വേഷണം ഫലപ്രദമായി നടക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും കേസിൽ പ്രതിയാകും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം അഗ്നിശുദ്ധി വരുത്തി KM മാണി തിരിച്ചു വരും മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അന്വേഷണം ഫലപ്രദമാകില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതോടൊപ്പം പ്രധാനപ്പെട്ട വസ്തുത അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് 1 കോടി രൂപ KM മാണി വാങ്ങി എന്നാണ്, അല്ലെങ്കിൽ KM മാണിക്ക് നൽകി എന്നാണ് ചൂണ്ടിക്കാട്ടിയത്. ബാക്കി 25 കോടി രൂപ പിരിച്ചെടുത്തതിൽ ബാക്കി പണം എവിടെ പോയി എന്ന് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയുണ്ടായി. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ LDF-ന് മികച്ച വിജയമാണ് നേടാൻ കഴിഞ്ഞത്. LDF-ന് 42% വോട്ട് നേടാൻ കഴിഞ്ഞപ്പോൾ UDF 40% വോട്ടിലേക്ക് ആണ് എത്തിയത്. മികച്ച വിജയമാണ് LDF-ന് ഉണ്ടായത്. ഏതെങ്കിലും തരത്തിൽ കുതിരക്കച്ചവടം നടത്തി അധികാരം പിടിച്ചെടുക്കാൻ LDF-ന് താല്പര്യമില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനവിധി തങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ മാത്രം അധികാരത്തിൽ വരിക എന്നതാണ് LDF-ന്റെ ലക്ഷ്യം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്റെ കൂടെയുള്ള ഘടകകക്ഷികളെ പിളർത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. അതിന് വ്യക്തമായ ഉദാഹരണമാണ് കേരള കോൺഗ്രസിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതോടൊപ്പം തന്നെ സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. പ്രജീഷ്.